നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് ഫാമിലീസിൽ കുട്ടികളുണ്ടായതിനു ശേഷം 20-30 കൊല്ലമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പുകൾ ഒന്നുമില്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പോസസീവ്നെസ് കാണിക്കുന്നതാണ് ലവ്, പ്രണയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ കണ്ട് വളർന്ന സിനിമകളിൽ നിന്നായിരിക്കാം. നമ്മുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡോ അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എനിക്ക് അടിക്കണം എന്നുണ്ടായിട്ടൊന്നല്ലല്ലോ, നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ. ഈ ഗോസ്റ്റിംഗ് ആക്ച്വലി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിലും ഒരുപാട് പേര് ഗോസ്റ്റ് ചെയ്ത് പോകുന്നത് കാണാറുണ്ട്. 2 ബെസ്റ്റ് ഫ്രണ്ട്സിനിടയിൽ മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് ആ മൂന്നാമതൊരാൾ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 2 പേരിൽ ആരെങ്കിലും ഒരാളുടെ പാർട്ട്ണറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ആ മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് അവിടെ കൃത്യമായി ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ പ്രശ്നങ്ങൾ വരും. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അഖില ആർ കൃഷ്ണയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് ഒരാളുടെ വ്യക്തിത്വവുമായി പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യം, അവൻ കൊള്ളില്ല, അല്ലെങ്കിൽ അവന് നല്ല പേഴ്സണാലിറ്റിയാണ്, അവൾക്ക് നല്ല പേഴ്സണാലിറ്റി അല്ല എന്നൊക്കെ. എന്താണ് ശരിക്കും ഈ നല്ല പേഴ്സണാലിറ്റി എന്നതുകൊണ്ട് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത്? ഈ പേഴ്സണാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യുന്നു, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു, ഇതിനൊക്കെ നമുക്ക് എല്ലാവർക്കും ഓരോ യുണീക്ക് ആയിട്ടുള്ള ഓരോ രീതികളുണ്ടാവും. ഇതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ അങ്ങനെ നല്ല പേഴ്സണാലിറ്റി മോശം പേഴ്സണാലിറ്റി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അതിൽ തന്നെ ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഡിസോർഡേഴ്സ് ആയി വരുമ്പോൾ അത് മോശം എന്നൊന്നും പറയാൻ പറ്റില്ല, മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പൊതുവെ ആൾക്കാർ പറയുമ്പോൾ ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ പറയുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ആളെ വരെ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഇൻ ചെയ്ത ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് വരുന്ന നല്ല പേഴ്സണാലിറ്റിയാ, നല്ല എക്സിക്യൂട്ടീവ് പേഴ്സണാലിറ്റിയാ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷെ അതിനെ അപ്പുറത്തേക്ക് ഇൻഡെപ്ത് ആയിട്ട് ഇപ്പം ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു കാറിന്റെ കീ കളഞ്ഞു പോയി, 2 പേരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോയി എന്ന് വെക്കോ, അതിൽ 2 പേരും എങ്ങനെ ഡീൽ ചെയ്യണു എന്നുള്ളത് അവരുടെ 2 പേരുടെയും പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഒരാളത് ഒന്ന് വളരെ സംയമനത്തോടു കൂടി തെരഞ്ഞു കണ്ടുപിടിക്കും, മറ്റേ ആൾ ചിലപ്പോൾ അവിടെ ആകെ ബഹളം വെച്ച് കരഞ്ഞ് കൂടുള്ളവരൊക്കെ വിളിച്ചു വരുത്തി ആകെ കഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയും നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങളെ സമീപിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ പേഴ്സണാലിറ്റി അനുസരിച്ചിരിക്കും. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളേക്കാൾ താഴെ ജോലി ചെയ്യുന്ന ആളുകളോട്, അതിപ്പം ചിലപ്പോൾ ഒരു ക്ലീനിങ് സ്റ്റാഫ് ആയിരിക്കാം, അപ്പൊ അവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് നമ്മുടെ ഒരു പേഴ്സണാലിറ്റി വേഗം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. അതുപോലെ നമുക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, ആംബിവേർട്ട്. ഈ വാക്കുകൾ ഇത് തെറ്റിദ്ധരിക്കാറുമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായി ചർച്ചയാവുന്ന ഒരു വാക്കാണ്. അപ്പോൾ ഈ എന്താണ് എക്സ്ട്രോവേർട്ട്, എന്താണ് ആംബിവേർട്ട്, എന്താണ് ഇൻട്രോവേർട്ട്, ഇതിനൊപ്പം തന്നെ ഈ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഈ സ്വഭാവമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? ഇപ്പോൾ ഈ പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ക്ലിയർ ആയിട്ട് അത് കഴിഞ്ഞൊരു വര പിന്നെ ബി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പം എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നത് അവരുടെ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് കൂടുതലും ഈ ഭയങ്കരമായിട്ട് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർ കൂടുതൽ സംസാരിക്കും, അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻസ്, പാർട്ടീസ് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആൻഡ് അത് അവർ ഒരിക്കലും ഡ്രെയിൻ ഔട്ട് ചെയ്യിപ്പിക്കില്ല എന്നുള്ളതുമാണ്. നേരെ വെച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി ചെറിയ ഒരു സോഷ്യൽ സർക്കിളിലായിരിക്കും അവർ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് അവരൊരു പാർട്ടിയിൽ കംഫർട്ടബിൾ അല്ല എന്നുള്ള, അതൊരു ആൻഷ്യസ് അല്ല, അവർ കംഫർട്ടബിൾ അല്ലാന്നേ ഉള്ളൂ. അതായത് ഒരു കുറച്ചുകൂടി ഒരു 1-on-1 ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്മോൾ സർക്കിളിൽ, ആ സ്മോൾ സർക്കിളിൽ ചിലപ്പോൾ അവർ ഭയങ്കര ഔട്ട് ഗോയിങ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ അവരെ ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു സെൽഫ് മീ ടൈം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചൊന്ന് മാറിയിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സമയം ഒറ്റയ്ക്ക് ഇരിക്കുക, ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതായിരിക്കും. ഇതിൻ്റെ ഒരു മിക്സിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ആംബിവേർട്ട് എന്നുള്ള രീതിയിലും പറയാം. പക്ഷെ ഈ പറഞ്ഞതുപോലെ കംപ്ലീറ്റ്ലി എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും മാറിയിരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് പാർട്ടി ഇഷ്ടം, അങ്ങനെയുള്ള രീതിയിലുള്ള ഡിഫറൻസുകളൊന്നുമില്ല. ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവർക്ക് ഇപ്പോൾ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്കും ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്കും റിലേഷൻഷിപ്പിലാവുന്നതിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അവിടെ ഈ പറയുന്ന ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. അപ്പം
ഒരാൾ പാർട്ടിക്ക് പോകണം, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ ഇല്ലടാ ഞാനിന്ന് വരുന്നില്ല, നീ പോയിക്കോ എന്ന് പറയുമ്പോൾ ഓക്കെ എന്നാൽ ഞാൻ പോവാം, ലെറ്റ് ഹർ ടേക്ക് ഹെർ ഓൺ ടൈം എന്നുള്ളത് ആ ഒരു ബാലൻസ് ഇല്ലേ, ആ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏത് പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് സിങ്കായി പോവാന്നുള്ളത്. അപ്പൊ ഇപ്പോൾ ഒരു റൂംമേറ്റ്സ് ഒക്കെ ആയിട്ട് താമസിക്കുമ്പോൾ ചിലർ രാവിലെ നേരത്തെ എണീക്കുന്നവരും ചിലർ രാത്രി വൈകി കിടക്കുന്നവരൊക്കെ ഇല്ലേ. അതൊരു പ്രശ്നമാവുന്നത് എപ്പോഴാ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാതെ ആ ബാലൻസ് എത്താതിരിക്കാനും ആ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് സംസാരിച്ചിരിക്കുന്ന സമയത്ത് വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ലിസണിങ് സ്പേസ് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് അവർക്ക് നല്ല രീതിയിൽ കേട്ടിരിക്കാനും ആ ഒരു സ്പേസ് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും കൊടുക്കും. നേരെ തിരിച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കാനുള്ള ഒരു പ്രവണത ചിലപ്പോൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്ന് അവർക്ക് ആ ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ബാലൻസ്, ആ ഒരു റൈറ്റ് ബാലൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ റിലേഷൻഷിപ്പിന്റെയും ഏറ്റവും ബേസ് ആയിട്ടുള്ള അടിത്തറ. നമ്മൾ ഒപ്പിടുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാൻ പാടില്ല എന്നറിയില്ലേ, അതന്നെ. അതുപോലെ ഇപ്പൊ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കൊക്കെ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കതിനെ ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാൾ, ഒരു ആപ്പ് ഇൻസ്റ്റാൾ ഇതുവരെ നോക്കാൻ മടിയുള്ള ഒരാളാണ് ശരിക്കും ഞാൻ. അപ്പൊ എൻ്റെ കൂടെയുള്ള ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഭയങ്കര ഈസിയാണ് ഡേറ്റ് ചെയ്യാനും, ആപ്പ് എന്താണ് അതിനകത്തുനിന്ന് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ള ആളുകളുണ്ട്. എനിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്താണെന്ന് വേണ്ടെന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ഭയങ്കര ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്, അതോ ശരിക്കും ദോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്? നമുക്ക് ഒരു പാർട്ട്ണർ ഉണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് ചെയ്യുന്ന ആൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട്, അതായത് ഞാൻ എങ്ങനെയാണോ ആ രീതിയിൽ എനിക്ക് എന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത് ആക്ച്വലി വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് എന്നെ എങ്ങനെയാണോ അതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു ഡേറ്റിംഗ് കാരണം മാത്രം എനിക്ക് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതൊരു പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരാളൊരു ഡേറ്റിന് പോവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ കാലം ഒരുപാട് മാറി. ഇപ്പൊ ഡേറ്റിംഗ് ആപ്പുകൾ വഴി പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ച് വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനെ ഒരു മാട്രിമോണി അറേഞ്ച്ഡ് ബൈ അസ് എന്നുള്ള രീതിയിലൊക്കെ കാണാറുള്ളൂ. അതായത് ഇപ്പൊ മാട്രിമോണി ആണെങ്കിൽ ആപ്പാണ്, അത് നമ്മൾ നോക്കി ഇതേ സാധനം തന്നെയല്ലേ ചെയ്യുന്നത്. അത് നേരെ തിരിച്ച് നമ്മുടെ കൺട്രോളിൽ ഫാമിലി ഇൻവോൾവ് അല്ലാത്ത രീതിയിൽ നമ്മൾ നോക്കണു, നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറെ നോക്കണു, നമ്മുടെ നീഡ്സിനനുസരിച്ച് സിങ്ക് ആയി പോകുന്ന രീതിയിലെന്നേ ഉള്ളൂ. അതുപോലെ നമ്മൾ കേൾക്കുന്ന വാക്കാണ് ലവ് ബോംബിങ്, ഗ്യാസ് ലൈറ്റിംഗ്. ഇങ്ങനത്തെ കുറേ വാക്കുകൾ ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ടും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉണ്ടാവാറുണ്ട്. ആളുകൾക്ക് എന്താണ് ഇത് എന്ന് മനസ്സിലാവാത്ത ഒരു അവസ്ഥയും കൂടിയുണ്ട്. അതിനെക്കുറിച്ചും കൂടി ഒന്ന് വിശദീകരിച്ചു തരാമോ? പലപ്പോഴും എന്താണെന്നറിയോ, ഇപ്പോൾ നമ്മളിപ്പോൾ റീൽസിലും കണ്ടിട്ട് നമുക്ക് ഈ ടേംസും കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നമുക്കിത് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരാൾ എന്നെ ഗ്യാസ് ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ മെന്റലി ആക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഡിനൈൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ഒരാളെ എല്ലാ കാര്യത്തിനും ഇപ്പം ഈ ചെറിയൊരു കാര്യം കൂടി നിന്നെ കൊണ്ട് പറ്റുന്നില്ലേ, ഇപ്പൊ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്യുക, നിന്നെ കൊണ്ട് അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലാന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്ത്, അപ്പൊ എന്റെ പ്രശ്നം കൊണ്ടല്ല ഞാനിങ്ങനെ ബിഹേവ് ചെയ്തത്, നീ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ബിഹേവ് ചെയ്ത്, ഇങ്ങനെയൊക്കെ വരേണ്ട. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഗ്യാസ് ലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ട്ണറുടെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്കും തോന്നും ഞാനാണ് പ്രശ്നം, അപ്പം ഞാനാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലാതെ മറ്റേ ആളല്ല. ചിലപ്പോൾ മറ്റേ ആളുടെ ഭാഗത്തായിരിക്കും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്, പക്ഷെ കോൺസ്റ്റന്റ്ലി നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. അപ്പം എസ്പെഷ്യലി ഇപ്പോൾ ഒരു 10 years ഓഫ് മാരേജ് ഒക്കെ അങ്ങനെയുള്ള ഒരു പാർട്ട്ണർ കൂടെ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ പറയാറുണ്ട്, ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആകെ പ്രശ്നം ഉണ്ടാക്കണം ഞാൻ മാത്രം. നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് വരുന്ന സമയത്ത് ആക്ച്വലി ഇവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് മാത്രമാണ് അത് 10 വർഷം ചിലപ്പോൾ മുന്നോട്ട് പോയിണ്ടാവുക. അപ്പോൾ ഈ ഒരു കോൺസ്റ്റന്റ് ബ്ലെയിമിങ്, അതേപോലെ എന്ത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പൊ ചിലപ്പോൾ ഒരു അടിയൊക്കെ തന്നിട്ട് അത് എനിക്ക് അടിക്കണം എന്നുണ്ടായിട്ടൊന്നും അല്ലല്ലോ, നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ പറയാം, അല്ലെങ്കിൽ നിന്റെ തെറ്റ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ കംപ്ലീറ്റ്ലി അവരെ ബ്ലെയിം ചെയ്യാണ് ചെയ്യണത്.
പിന്നെ അതേപോലെയുള്ള ലവ് ബോംബിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചില ആൾക്കാർ ഭയങ്കര ഡെസ്പറേറ്റ്ലി ഒരു പാർട്ട്ണറെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ല അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവും. ചിലവരുടെ ഒരു ഇൻഹറന്റ് ടെൻഡൻസി ആയിരിക്കും, അതായത് ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ ചിലപ്പം ഐ മിസ് യു, ഐ ലവ് യു, നമുക്ക് കല്യാണം കഴിച്ചാലോ. ചിലവരൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡേറ്റിന് ഇന്ന് മീറ്റ് ചെയ്തു, നാളെ ആകുമ്പോഴേക്കും എനിക്ക് നമ്മൾ രണ്ടുപേരും നല്ല വൈബായിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് ബോംബിടുക എന്ന് പറയില്ലേ, അങ്ങനെ സ്നേഹം കൊണ്ട് ഭയങ്കരമായിട്ട് വീർപ്പ് മുട്ടിക്കുക, അതിനൊക്കെയാണ് നമ്മൾ ലവ് ബോംബിംഗ് എന്ന് പറയണത്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇനീഷ്യലി ചിലപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം എന്നൊക്കെ തോന്നുമെങ്കിലും പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ലോങ് ടേമിൽ അത് നിലനിന്ന് പോയിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് റിസോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു ബ്രെഡ് ക്രംബിങ്. ഇതൊക്കെ ബ്രെഡ് ക്രംബിംഗ് എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോകാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ ഒരു എഫേർട്ട് എടുക്കുക എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കൂടുമ്പം ഐ ലവ് യു, ഐ മിസ് യു, അല്ലാതെ ഈ ഒരാഴ്ച ഈ പാർട്ട്ണറിനെ ഒരു കോണ്ടാക്ട് ഇല്ല, ഇയാളെ എവിടെ പോയി കിടക്കണമെന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ എന്നാ നമ്മൾ റിലേഷൻഷിപ്പ് ഇട്ടിട്ട് പോകും, അത് വേണ്ടാന്ന് കഴിക്കുമ്പോൾ ഐ മിസ് യുടാ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്, ഹായ് എന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പൊ തിരക്ക് കാരണമായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ബ്രെഡ് ക്രംബിങ്. ഒരു റിലേഷൻഷിപ്പ് നിലനിന്ന് പോകാൻ വേണ്ടി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു എഫേർട്ട്, അത് നിലനിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഗോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയില്ലേ റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ, അതിനെക്കുറിച്ചും കൂടി ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പം ഗോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, ആ ആള് പെട്ടെന്ന് നമ്മളെ മെസ്സേജ് അയക്കുന്നില്ല, വിളിക്കുന്നില്ല, ചിലർ ബ്ലോക്ക് ചെയ്ത് പോകും, ചിലർ എവിടെയാന്ന് പോലും അറിയാത്ത രീതിയിൽ പോകും. അത് ഭയങ്കര ഈ ഗോസ്റ്റിംഗ് ആക്ച്വലി റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പിലും ഒരുപാട് പേര് ഗോസ്റ്റ് ചെയ്ത് പോകുന്നത് കാണാറുണ്ട്. അത് പലപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു ക്ലോഷർ ഇല്ല. എന്താ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, ഇന്നലെ രാത്രി വരെ നമ്മൾ നേരെ സംസാരിച്ചല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഒരാഴ്ചയായിട്ട് ഒരു വിവരവും ഇല്ല. പിന്നെ ചിലപ്പോൾ നമ്മൾ ലൈഫിൽ ആ വ്യക്തിയെ നമ്മൾ കാണുകയില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്കൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരു ക്ലോഷർ ഇല്ലല്ലോ. അതൊരു ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ. അയ്യോ എന്തുകൊണ്ട് അങ്ങനെ പറ്റി, ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ. അപ്പം ഗോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് എങ്ങനെയാണ് നമ്മുടെ ബന്ധങ്ങളെയൊക്കെ സ്വാധീനിക്കുക? അത് ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ ഈ എന്താ പറയുക ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് നമ്മുടെ വ്യക്തിത്വത്തെ ഒരു ഡിഫൈൻ ചെയ്യാനുള്ള ഒരു കാരണമായിരിക്കും. ഇപ്പം നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒക്കെ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ പേഴ്സണാലിറ്റീസിലും നമ്മൾ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് ഇമോഷൻസ് എത്രത്തോളം അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ചില പേഴ്സണാലിറ്റീസിൽ ആങ്കർ ഔട്ട് ബേസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെയും ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതായത് എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന, എപ്പോൾ ദേഷ്യപ്പെടും, എപ്പോൾ കരയും, എങ്ങനെ ഒരു സമയത്ത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നറിയാത്ത രീതിയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം ഒരു ഷോപ്പിംഗ് മാളിലൊക്കെ നമ്മൾ പോയി ഒരുമിച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ചു, ഡ്രസ്സ് എടുക്കാൻ പോയി, എനിക്ക് പറ്റണ സൈസിൽ എനിക്ക് ഡ്രസ്സ് കിട്ടിയില്ല. ചിലപ്പോൾ ഞാൻ കുറച്ചുകൂടെ തടി കൂടിയിട്ടുണ്ടാവുമായിരിക്കാം. ഇപ്പം ഞാൻ മുന്നേ ഉപയോഗിക്കുന്ന XXL ആയിരുന്നു, ഇപ്പോൾ എനിക്ക് XXL വേണം. ആ ഒരു കാരണത്തിന് പേരിൽ ഞാൻ കരഞ്ഞു. അപ്പോൾ സാരില്ല, നമുക്ക് തടിയൊക്കെ കുറയ്ക്കാം. അപ്പം ഞാൻ തടി ഉണ്ടെന്നാണോ പറഞ്ഞത്, ഇപ്പൊ ഞാനാണോ പ്രശ്നം, അപ്പൊ ഞാൻ തടി കൂടിയെന്നല്ലേ നീ പറഞ്ഞത്, അല്ലാതെ ഇത് ഡ്രസ്സിന്റെ പ്രശ്നം കൊണ്ടല്ലേ. ആ ഒരു രീതിയിൽ ചിലപ്പോൾ വരുമ്പോൾ ഷോപ്പിംഗ് മാളിലെ ചിലപ്പോൾ അതൊരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ ഒന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് റിലേഷൻഷിപ്പിനെ ബാധിക്കും. അതൊരു ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പും ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പോയാലും മെല്ലെ മെല്ലെ അത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പെട്ടെന്ന് കരയുന്ന ഒരാളാണെങ്കിലും അതെ, അവളെ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ അവൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യപ്പെടും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് അടുക്കാൻ ഒരു മടിയുണ്ടാവും. അപ്പൊ നമ്മൾ ഇപ്പോൾ ഈ തമാശയായിട്ട് ഇപ്പം പറഞ്ഞു വെക്കുന്ന കാര്യം ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഇപ്പൊ ഞാനത് പറയുന്ന സമയത്ത് വേറെ എനിക്ക് ചിരി വന്നു. അത് ഇപ്പുറം നിൽക്കുന്നത് എനിക്ക് തടിച്ചിട്ടല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റും, അതായത് ഡ്രസ്സിന്റെ പ്രശ്നമാണെന്ന്. പക്ഷെ അത്തരം ആളുകൾ കടന്നു പോകുന്ന ഒരു മാനസിക അവസ്ഥ ഉണ്ടാവുമല്ലോ, അവർക്ക്
അവർ കടന്നു പോകുന്നത് ഒരു ഇമോഷണൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ ആണെന്ന് അവർക്ക് മനസ്സിലാവാത്ത കണ്ടീഷൻ ഉണ്ടോ? ഉണ്ട്. പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിപ്പോ നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളതായിരിക്കും. പക്ഷെ പലപ്പോഴും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പം അവരെ മുന്നേ ഒരുപാട് ബുള്ളി ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, ബോഡി ഷെയ്മിങ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോ നീ തടി കൂടിയിട്ടല്ലേ എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒന്നും പറഞ്ഞിട്ടല്ലെങ്കിലും പണ്ട് ചിലപ്പോൾ നിനക്ക് ഭയങ്കര തടിയാണ്, നീ തടിയെത്തിയാണ്, തടിയനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ബോഡി ഇൻസ്റ്റന്റ്ലി ഓർക്കുന്നത് അന്നുണ്ടായ സംഭവമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു പ്രാവശ്യം ഫുഡ് കഴിച്ചു, ഫുഡ് പോയ്സണിങ് വന്നു. രണ്ടാമത് അതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് പോയ്സണിങ് വന്ന ഇൻസിഡന്റ് ഓർമ്മ വരില്ലേ? അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബോഡി കൂടുതലും ആ ഒരു റിയാക്റ്റീവ് ആങ്കർ വരുന്നത് ആക്ച്വലി മുന്നേ നടന്ന ആ എക്സ്പീരിയൻസുകളോടാണ്, അല്ലാതെ ഈ വ്യക്തിയോടല്ല. പക്ഷെ ഇതൊന്നും ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് ആക്ച്വലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ആ റിയാക്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആ സമയത്ത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ഒരു ബന്ധം, അതിപ്പം സൗഹൃദമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, വിവാഹമായിക്കോട്ടെ, ഈ 3 ബന്ധത്തിലാണെങ്കിലും കോമൺ ആയി കാണുന്ന ഒരു 3 പ്രശ്നങ്ങളെ ചോദിച്ചാൽ ഏതൊക്കെയായിരിക്കും? എല്ലാത്തിലും ഒരുപോലെ ഉണ്ടാവും ആ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അതേതാണ്? എനിക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നത് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് എന്ന് പറയണോ, കമ്മ്യൂണിക്കേഷനേ ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഞാനും താനും ഫ്രണ്ട്സാണ്, താൻ എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് ഹേർട്ട് ചെയ്തു, ആ ഹേർട്ട് ചെയ്തു എന്ന് വന്ന് പറയാൻ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് എനിക്ക് ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് സമയം ഇപ്പോൾ പാർട്ട്നേഴ്സിനിടയിലാണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ്, ഒരുമിച്ച് താമസിക്കുന്ന ഫ്രണ്ട്സിനിടയിലാണെങ്കിൽ പോലും സംസാരിക്കാൻ പോലും സമയമില്ല. പലപ്പോഴും നമ്മൾ ഒരു റൂമിന്റെ രണ്ടറ്റത്ത് ഇരുന്നിട്ട് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്ന പോലെയാണ്. അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനേ നടക്കുന്നില്ല. ഇപ്പോൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ ഡെയിലി നമ്മുടെ ഇമോഷൻസ് എന്താണ്, എനിക്ക് ഇന്നിങ്ങനെ എൻ്റെ ബോസ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തു, ഇതൊന്നും പറയാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇങ്ങനെ ഫോണിൽ തോണ്ടിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെ പറയും? ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഭയങ്കര വലിയൊരു സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണം വരുന്ന പ്രശ്നങ്ങൾ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അത് എങ്ങനെ റിസോൾവ് ചെയ്യണം എന്നുള്ളത് നമുക്കറിയില്ല. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പോൾ മോറൽ സയൻസിൽ സീബ്ര ലൈൻ വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യണം, ഇതിനൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. നമ്മൾ വീടുകളിലാണെങ്കിൽ പോലും കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് പല വീടുകളിലും നടക്കാറില്ല. അപ്പോൾ ഒരു പ്രശ്നം വന്നു, അത് നമ്മൾ ദേഷ്യപ്പെട്ടു, പൊട്ടിത്തെറിച്ചു, നമ്മൾ ഒരിക്കലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പറയുന്നില്ല. ഇപ്പൊ ഫ്രണ്ടിന്റെ അടുത്തേടാ നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഹേർട്ട് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അവിടെ പ്രശ്നം റിസോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ചുകൂടി എളുപ്പമാണ്. നേരെ മറിച്ച് 2-3 ദിവസം മിണ്ടാതിരിക്കും. എന്നിട്ട് പിന്നെ ആ മിണ്ടാതിരിക്കുന്ന സമയം മുഴുവൻ നമ്മൾ ആലോചിക്കാം, അവൾ ഇതിന് മുൻപ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പല രീതിയിലും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കോൺഫ്ലിക്ട്സ് വരുന്ന സമയത്ത് എങ്ങനെ റിസോൾവ് ചെയ്യണം എന്നുള്ളത് അറിയാത്തത് കൊണ്ട് മാത്രം അത് എസ്കലേറ്റ് ആയി പോയി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു തേർഡ് പേഴ്സൺ വരുന്ന സമയത്ത് എന്ത് ബന്ധവും ആയിക്കോട്ടെ അവിടെ നമുക്ക് കൃത്യമായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ അറിയില്ല. കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 പേരുടെയും ഇൻലോസ് ആയിരിക്കാം ഈ തേർഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ പോലും ആയിരിക്കാം എന്നുള്ളതാണ്. ഫ്രണ്ട്സിനിടയിൽ പോലും 2 ബെസ്റ്റ് ഫ്രണ്ട്സിനിടയിൽ മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് ആ മൂന്നാമതൊരാൾ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 2 പേരിൽ ആരെങ്കിലും ഒരാളുടെ പാർട്ട്ണറോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ആ മൂന്നാമതൊരാൾ വരുന്ന സമയത്ത് അവിടെ കൃത്യമായി ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങൾ വരും. ഈ മൂന്നാമത്തെ ആളുടെ പേര് ചൊല്ലി നമ്മൾ 2 പേരും അടിച്ചു പിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ 3 കാര്യങ്ങളാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പുകളിൽ ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളിലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ അതുപോലെ ഞാനിപ്പോൾ ചോദിച്ചു, പ്രണയവും സൗഹൃദവും നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹത്തിലേക്ക് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഈസി അല്ല മറ്റ് 2 ബന്ധങ്ങളെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇറങ്ങി വരിക എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പറയുന്ന കാര്യമാണ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്തുകൊണ്ടാണ് പങ്കാളിയോട് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നത്?
ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ നമുക്ക് ചെറുപ്പം മുതലേ തുറന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം ചെറിയ കുട്ടിയാകുമ്പോൾ മുതലേ അച്ഛാമ്മ എനിക്ക് അവിടെ വേദനിക്കുന്നു, ഓ പിന്നെ എന്ത് തോന്നല, ചുമ്മാ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കല്ലേ. ചില പേരെന്താണ് കരയരുത്, നിന്റെ ഒച്ച അവിടെ കേൾക്കരുത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചെറുപ്പം മുതലേ അവർ ആ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം അവർക്ക് അറിയില്ല ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നില്ല. കാരണം അവർക്ക് ഒരിക്കലും അതിനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടാവില്ല. പാർട്ട്ണർ എടുത്ത് പറയുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു പോലും ചിലപ്പോൾ അറിയാത്തത് കൊണ്ട് സപ്രസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇമോഷൻസ് ചിലപ്പോൾ ആദ്യമൊക്കെയും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും, അവിടെ ആ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടാവില്ല. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ ഇപ്പൊ പാർട്ട്ണർ പറയണോ പിന്നെ അവൾക്ക് എന്നും ഓരോ പ്രശ്നങ്ങളാ, നിനക്ക് നീ ഈ ചെറിയ കാര്യങ്ങളുടെ പേരിലാണോ വിഷമിച്ചിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മള് പിന്നെ അങ്ങോട്ട് പോവില്ല. പിന്നെ അതേപോലെ ചില ആൾക്കാരുണ്ട്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഓ എനിക്ക് ഇത് ഇപ്പൊ ഞാൻ പറയാണ് അയ്യോ എനിക്ക് തലവേദനയാണെന്ന് പറയുമ്പോൾ ക്രിസ്റ്റീൻ എൻ്റെ അടുത്ത് പറയാം അയ്യോ എനിക്ക് ഇന്നലെ മുതൽ ഭയങ്കര തലവേദനയും പനി വയറുവേദനയും കേട്ടെന്ന് പറഞ്ഞിട്ട് ക്രിസ്റ്റീനയുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പിന്നെ അടുത്ത പ്രാവശ്യം തൻ്റെ അടുത്ത് വന്ന് പ്രശ്നങ്ങൾ ഷെയർ ചെയ്യില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ കംപ്ലീറ്റ്ലി അതിനെ അവോയ്ഡ് ചെയ്തിട്ട് കേൾക്കാത്ത പോലെ ഇങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് വരും. അതുപോലെ നമ്മൾ കേൾക്കുന്നതാണ് ബന്ധങ്ങളിലെ ടോക്സിക് ബന്ധങ്ങളെ കുറിച്ചൊക്കെ. അതായത് ഇപ്പൊ വാർത്തകളിലൊക്കെ ആണെങ്കിലും നമ്മൾ കേൾക്കും ടോക്സിക് ആയതുകൊണ്ട് ആസിഡ് ഒഴിക്കുക, അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുക, മുഖത്തടിക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ഗേൾസ് ടോക്കിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് പറയുന്നതാണ് അവരുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അവർക്ക് തന്നെയൊക്കെ ഉണ്ടായ അനുഭവങ്ങളിൽ ഉപദ്രവിക്കുക, എന്നിട്ട് കഴിഞ്ഞിട്ട് വന്ന് സോറി പറയുക, കരയുക, ഇത്തരം കണ്ടീഷൻ ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു സാധനം. അപ്പം ഒന്ന് ഇത് അവസാനിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്ന സമയത്തായിരിക്കും ഇവർ കരഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്ന കണ്ടീഷനിൽ വരിക. അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. അപ്പോൾ എത്തരത്തിലുള്ള ബന്ധത്തെയാണ് നമ്മൾ ടോക്സിക് ബന്ധം എന്ന് വിളിക്കുക? നമ്മൾ എങ്ങനെയാണ് ഈ ടോക്സിക് ആളുകളെ തിരിച്ചറിയുക? ടോക്സിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് പാർട്ട്ണർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എല്ലാ ബന്ധങ്ങളും നമുക്കൊരു സപ്പോർട്ട് ആയിരിക്കണം എന്നുള്ളതാണ്. ആ റിലേഷൻഷിപ്പ് എപ്പോൾ നമുക്ക് ഭയങ്കര കൺട്രോളിങ് ആയിട്ട് തോന്നുന്നോ അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിൽ അവർക്ക് ഭയങ്കര ട്രസ്റ്റ് ഇഷ്യൂസ് വരെയാണ്. അത് കാരണം നമുക്കിടയിൽ എപ്പോഴും കോൺഫ്ലിക്ട്സ് ഉണ്ടാവുകയാണ്. നമുക്ക് ഭയങ്കര സഫോക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളെ കൺട്രോൾ ചെയ്യിക്കുന്ന സമയത്ത് അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. നീ രാത്രി 10 മണിക്ക് ശേഷം പുറത്തിറങ്ങണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ കൂടെയുള്ള വർക്ക് ചെയ്യുന്ന മെയിൽ കൊളീഗ്സിനോട് നീ സംസാരിക്കുകയേ ചെയ്യണ്ട. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിൽ കൊളീഗ്സായിട്ട് നമ്മൾ സംസാരിക്കേണ്ട എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ ഒരു കൺട്രോളാണ് വരുന്നത്. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ റോബോട്ട്സ് ഒന്നും അല്ലല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു ടിവിയുടെ റിമോട്ട് കൺട്രോൾ നമ്മൾ കയ്യിൽ പിടിക്കണ പോലെ ഒരാൾ നമ്മൾ എത്ര കൺട്രോൾ ചെയ്ത് നിർത്താൻ നടക്കണ കാര്യമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് കാലം കഴിയുമ്പം ഈ ടോക്സിക് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര ഡിപ്രസീവ് സിംറ്റംസും ഭയങ്കര ആൻഷ്യസ് ആവുക, ഹൈപ്പർ വിജിലന്റ് ആവുക. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും പ്രശ്നം ഉണ്ടാവുക. ഫോൺ കോൾ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ അയ്യോ ഇതിപ്പോൾ എന്താണാവോ, ഇനിയിപ്പോൾ എന്താണാവോ എന്ന് വിചാരിച്ച് നമുക്കിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ തന്നെ കാണാം. ചിലപ്പോൾ ഫോൺ കോൾ വരുമ്പോൾ എടുക്കണത് കൈയും കാലൊക്കെ വരച്ചിട്ട് അയ്യോ ഈ ഇരിക്കണോടത്തുനിന്ന് ചാടി എണീറ്റ് ബഹുമാനത്തോടു കൂടിയൊക്കെ ഫോൺ കോൾ. അപ്പം അത് എന്ന് പറയുന്നത് ഇഷ്ടം കൊണ്ടല്ല, പേടി കൊണ്ടാണ്. പേടി കൊണ്ട് ഒരു ബന്ധം നിലനിർത്തി കൊണ്ടുപോവാണെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പം നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് ഭയങ്കര സഫോക്കേറ്റിംഗ് ആണ്, നിങ്ങളെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ള, ഒന്നെങ്കിൽ നിങ്ങളത് വേണ്ടാന്ന് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കപ്പിൾ തെറപ്പി പോലെ എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചേഞ്ച് ചെയ്യാൻ റെഡി ആണെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ റെഡിയല്ല. ചില ആൾക്കാർ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. അപ്പോൾ അവർ പറയും ചിലപ്പം ഞങ്ങൾക്ക് ആണുങ്ങളെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അറിയാം, നിങ്ങൾ കാണുന്ന പോലെയല്ല, അത്തരത്തിലുള്ള എക്സ്ക്യൂസുകളാണ് പലപ്പോഴും പറയുക. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ചേഞ്ച് പോസിബിൾ അല്ലെങ്കിൽ യു ഹാവ് ടു വാക്ക് അവേ ഫ്രം ദാറ്റ് റിലേഷൻഷിപ്പ് എന്നുള്ളതാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ അത്രയും ബാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അവിടെ നിൽക്കണം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം ഇപ്പം ക്രിസ്റ്റീന ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെ വന്ന് മാപ്പ് പറയുക, കരയുക, അങ്ങനെയുള്ള
കാര്യങ്ങളൊക്കെ. അത് ചിലപ്പോൾ ഒരു നാർസിസ്റ്റിക് അബ്യൂസ് പോലെയൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള കുറേ പാറ്റേൺസ് കാണാറുണ്ട്. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അടിക്കും, അയ്യോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്ന് കരയുമ്പം പിന്നെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പ്രോബ്ലം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അതിൽ നിന്ന് മാറിയിട്ട് അയ്യോ നീ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞാൻ അങ്ങ് ചെയ്തത്, എൻ്റെ മോളെ എനിക്ക് അടിക്കണം എന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ, നീ അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ കൺട്രോൾ പോയതുകൊണ്ട് മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ശരിക്കും എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ക്ഷമിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരിക്കലല്ലേ ഒരു പ്രാവശ്യം നമ്മൾ എക്സ്ക്യൂസ് ചെയ്തു, 2 പ്രാവശ്യം എക്സ്ക്യൂസ് ചെയ്തു, ഇത് ഒരേപോലെ 10 പ്രാവശ്യം എങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ 15 പ്രാവശ്യം എങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ വരുന്ന സമയത്ത് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തന്നെയല്ലേ. നമ്മളിപ്പോൾ എത്ര ആങ്കർ അൺകൺട്രോളബിൾ ആണെന്ന് പറഞ്ഞാലും ഒരു വലിയ ശതമാനത്തോളം നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താവുന്ന ഒരു കാര്യം തന്നെയാണ് ആങ്കർ എന്ന് പറയുന്നത്. ഒരാളെ അടിക്കുക, ഒരാളെ ഉപദ്രവിക്കുക, ഒരാളെ പേഴ്സണാലിറ്റി വെച്ച് സ്ലട്ട് ഷെയിം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു റൈറ്റും ഒരാൾക്കും നമ്മൾ കൊടുക്കണില്ല. അത് മാരേജ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ. നമ്മൾ മാരേജ് ഒരു ലീഗൽ ഡോക്യുമെന്റിൽ നമ്മൾ ഇതിനൊന്നും വേണ്ടിയല്ല നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു പാറ്റേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 പ്രാവശ്യം നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കറേജ് എടുത്ത് യു ഹാവ് ടു വാക്ക് അവേ. അത് മാത്രമല്ല, ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടി വരും. കാരണം ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല രീതിയിലുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു പ്രണയത്തില് അല്ലെങ്കിൽ സൗഹൃദത്തില് എന്ത് തരത്തിലുള്ള ബന്ധമായിക്കട്ടെ അതിനുള്ളിൽ ഒരു പോസസീവ്നെസ് ഉണ്ടാവാറുണ്ട്, ജലസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് എനിക്ക് നിന്നോട് പോസസീവ്നെസ് ഉള്ളതുകൊണ്ടല്ലേ, എനിക്ക് നിന്നോട് സ്നേഹം ഉള്ളത് കൊണ്ടല്ലേ പോസസീവ്നെസ് ഉണ്ടാവുന്നത്. അങ്ങനെ അതിനെ ഭയങ്കര റൊമാൻറ്റിസൈസ് ചെയ്യുമല്ലോ ആളുകൾ. ചിലർ പറയാറുണ്ട് നിനക്ക് എന്താ എന്നോട് പോസസീവ്നെസ് ഇല്ലാത്ത എന്ന് തിരിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പുറം നിൽക്കുന്ന ആൾ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ ഇതിട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ആളോട് സംസാരിച്ചിട്ട് ഞാൻ അവരുടെ കൂടി ഇരുന്നിട്ട് നീ എന്താ എന്നോട് പോസസീവായി ചോദിക്കാത്തതെന്ന് ചോദിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പം ഈ ഒരു ബന്ധത്തിൽ പോസസീവ്നെസ്സും ജലസും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? പോസസീവ്നെസ് ജലസി എന്നൊക്കെ പറയുന്ന ഒരു എക്സ്റ്റെൻഡ് വരെയൊക്കെ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ നമ്മളെപ്പോഴും പറയില്ലേ എനിക്ക് എൻ്റെ കൈ നീട്ടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് ഒരാളുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ പാടുള്ളൂ എന്ന് പറയും. അതേപോലെയാണ് ചെറിയ രീതിയിലുള്ള പോസസീവ്നെസ് ജലസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓൾ റൈറ്റ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഭയങ്കര കൺട്രോളിങ് ആവുക. ഇപ്പം നമ്മളൊരു മെയിൽ ഫ്രണ്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ഫ്രണ്ടിൻ്റെ കൂടെ ഫോട്ടോ ഇടുന്ന സമയത്ത് അതെന്തിനാ നീ അങ്ങനെ ചെയ്തത്, നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ ഭയങ്കര കൺട്രോളിങ് ആവുക. അത് കാരണം പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. ദാറ്റ്സ് നോട്ട് എ റൈറ്റ് തിങ് ഇൻ എ ഗുഡ് റിലേഷൻഷിപ്പ്. ചില സമയത്ത് ആളുകൾ തിരിച്ചും ചോദിക്കുമല്ലോ, എന്തുകൊണ്ടാണ് എന്നോട് നീ പോസസീവ് ആകാത്തത്, ഞാൻ അവരുടെ കൂടി ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിക്കാഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് നീ എന്നോട് വഴക്കുണ്ടാക്കാഞ്ഞത് എന്നൊക്കെ ചോദിക്കുമല്ലോ. അതെന്തുകൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ ഒരു പാർട്ണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്? അതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോസസീവ്നെസ് കാണിക്കുന്നതാണ് ലവ്, പ്രണയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകൾ ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മൾ കണ്ട് വളർന്ന സിനിമകളിൽ നിന്നായിരിക്കാം. നമ്മുടെ വീട്ടിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡോ അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പം നമ്മളും വിചാരിക്കും ഇതാണ് റിയൽ ലവ് എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പുകളിൽ ചിലപ്പോൾ അവരിങ്ങനെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫോം ഓഫ് ലവ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒട്ടും ടോക്സിക് അല്ലാത്ത റിലേഷൻഷിപ്പിലേക്ക് ചിലപ്പോൾ വരുന്ന സമയത്ത് ഇങ്ങനെയൊന്നും കാണിക്കാതിരിക്കും. അതെന്താ നിനക്ക് ഞാൻ ആരുടെ കൂടെ പോയാലും ഒരു കുഴപ്പമില്ലേ, ആ ഒരു രീതിയിലേക്കൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ഒരു ഭയങ്കരമായിട്ടുള്ള പോസസീവ്നെസ്സോ ജലസിയോ ഒരു റിലേഷൻഷിപ്പിലും ആവശ്യമില്ല. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും നീ എന്തിനാ അപ്പോൾ അവളോട് പോയി സംസാരിച്ചത്, നീ എന്തിനാ അവരോട് പോയി സംസാരിച്ചത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചിലപ്പോൾ മറച്ചു വെക്കേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ വരും. പിന്നെ മെല്ലെ മെല്ലെ ആ ബന്ധത്തിൽ ഒരു വിടവ് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതായത് നമ്മുടെ തലച്ചോറ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ട്രേറ്റ്സ് ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരാളിലേക്ക്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം നമ്മുടെ ഫാമിലി എൻവയൺമെൻറ്റ് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഫാമിലി എൻവയൺമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ റിലേഷൻഷിപ്പിലും ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇത് ഓക്കെ ആണ് എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതായത് എന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് ഓക്കെ ആണ്, കാരണം എനിക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് ഇതാണെന്നുള്ളൊരു ആ ഒരു ഫെമിലിയാരിറ്റി സീക്കിങ് എപ്പോഴും നമുക്കുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ ആ ഒരു ഫെമിലിയാരിറ്റി സീക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. ഇപ്പം
ഞാനൊരു പ്ലേറ്റ് ബിരിയാണിയും ഏതെങ്കിലും ഒരു ഫോം ഓഫ് ആഫ്രിക്കയിൽ നിന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന ഒരു ഫുഡും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എപ്പോഴും ആ മുന്നിലിരിക്കുന്ന ആൾ ബിരിയാണിയെ ചൂസ് ചെയ്യുള്ളൂ. കാരണം ഞാൻ കണ്ട് ശീലിച്ചിട്ടുള്ള സാധനം ഇതാണല്ലോ. മറ്റത് എന്ന് പറയുന്നത് എല്ലാവരും ചൂസ് ചെയ്യില്ല. ചിലർ മാത്രം ചിലപ്പോൾ ബിരിയാണി ഒന്നും കഴിക്കുന്നല്ലേ, ഇത് കഴിക്കാം എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എപ്പോഴും അത് ചൂസ് ചെയ്യണമെന്നില്ലല്ലോ. ആ ഒരു ഫെമിലിയാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിലനിൽക്കുന്ന ഒരു പാറ്റേണാണ്. ചിലർ ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അടുത്തത് പിന്നെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്കും പോവാറുണ്ട്. അതും ഈ ഫെമിലിയാരിറ്റി കാരണം തന്നെയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതെ, നമ്മൾ തിരിച്ചറിയണം എനിക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്, ഞാൻ സീക്ക് ചെയ്യുന്ന എല്ലാ പാർട്ട്നേഴ്സും ഇങ്ങനെയാണ്, എന്നെ ഇമോഷണലി ഇൻവാലിഡേറ്റ് ചെയ്യുന്ന ആൾക്കാരിലേക്കാണ് ഞാൻ കൂടുതലും പോകുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഒരു അവോയ്ഡിങ് ടെൻഡൻസീസ് ഉള്ള ആൾക്കാരിലേക്കാണ് ഞാൻ പോണത് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇല്ല നിങ്ങൾ തന്നെ അയ്യോ എനിക്ക് ഒരു പാർട്ട്ണറും കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര സാഡ്നെസ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു തെറപ്പിസ്റ്റിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവരും ഈ പറഞ്ഞതുപോലെ ഇതിങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയും. അതുകൊണ്ടാണ് ഈ മദ്യപിക്കുന്ന അച്ഛന്മാര് ഉള്ള പെൺകുട്ടികൾ അവരെപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ ഒരിക്കലും ലൈഫിൽ മദ്യപിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കില്ല എന്ന്. പക്ഷെ അവർ കോംപ്രമൈസിന് തയ്യാറാവുന്ന കണ്ടീഷൻസ് നമുക്ക് ചുറ്റും കാണാറുണ്ട്. അപ്പം അത് ഓക്കെ, ഞാൻ കണ്ട് ശീലിച്ചു, എനിക്കിത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു അഡാപ്റ്റീവ് അത് മാത്രമല്ല നമ്മുടെ നെർവസ് സിസ്റ്റം കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതിലാണ്. ഇപ്പോൾ ഒരു 3-4 ടോക്സിക് റിലേഷൻഷിപ്പിൽ കടന്നു വന്നതിന് ശേഷം ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നെർവസ് സിസ്റ്റം ഭയങ്കര അൺകംഫർട്ടബിൾ ആകും. അതായത് ഇപ്പോൾ ഞാൻ പോവാൻ നേരത്തെ ഞാൻ വിളിക്കണ്ടേ, വേണ്ട അതെ നീ പോയിട്ട് വാ, അതെന്താ ഞാൻ വിളിക്കണ്ടേ, അപ്പൊ ഇതെന്താ അങ്ങനെ, അതെന്താ ഞാൻ വിളിക്കണ്ടാത്തത്, നമുക്ക് അയ്യോ ഇതിങ്ങനെ അല്ലല്ലോ, ഇത് ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും. അപ്പൊ ഈ ബന്ധങ്ങളിലെ റെഡ് ഫ്ലാഗിനെ കുറിച്ചും ഗ്രീൻ ഫ്ലാഗിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരു ഭയങ്കര കൺട്രോളിങ് ആയിട്ട് വരിക, ജലസി, പോസസീവ്നെസ്, ഭയങ്കര സംശയം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോകണം എന്ന് പറയുന്നതിൽ കുഴപ്പമില്ല. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും പറയാറുണ്ട്, ഇപ്പോൾ നീ പോകുന്ന സമയത്ത് എങ്ങടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോ എന്ന് പറയും. അതല്ലാതെ അയ്യോ ഞാൻ പോയിക്കോട്ടെ, ഞാനിത് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് പെർമിഷൻ സീക്കിങ്ങാണ്. അങ്ങനെ പെർമിഷൻ എപ്പോഴും എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറയുന്ന സമയത്ത് ഒരാൾ അത്രയും സബ്മിസീവായിട്ട് നിലനിന്നാൽ മാത്രമേ അതങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതേപോലെ ചില ആൾക്കാരുണ്ട്, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യം ഭയങ്കര വിഷമത്തോടു കൂടി പറയുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ വിഷമങ്ങൾ ഓപ്പണപ്പായി പറയാനുള്ള സാധ്യതകളുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പറയുന്ന കാര്യത്തിന് അവിടെ ഒരു സ്പേസ് ഇല്ലാതെ വരികയാണെങ്കിൽ അതൊരു പ്രശ്നമാണ്. കാരണം നമുക്ക് അവിടെ എപ്പോഴും നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനൊരു സ്പേസ് കിട്ടില്ല. അപ്പോൾ അത് 1 പ്രാവശ്യം നടന്നു, 2 പ്രാവശ്യം നടന്നു, അപ്പോൾ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ കണ്ടുമുട്ടി 2ാമത്തെ ദിവസം കല്യാണം കഴിക്കാമെന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെക്സ് എന്ന് പറയുന്നതിൽ കൺസെന്റ് ഇല്ലാതെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം കണ്ട ഉടനെ ഹഗ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ ഓക്കെ ആണെന്നുള്ള രീതിയിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഫാമിലി ആയിട്ടുള്ള ബൗണ്ടറീസ്, ഇപ്പം മിഥുന സിനിമയിൽ ലാലേട്ടൻ പോണത്, ലാലേട്ടന് ഒരുപാട് റെഡ് ഫ്ലാഗ്സ് ഉണ്ട് ആ ക്യാരക്ടറിന്. നമ്മൾ ആദ്യം കാണുമ്പോൾ അയ്യോ ലാലേട്ടൻ്റെ ഭാഗത്തല്ലേ ശരിയെന്ന് തോന്നെങ്കിലും ഇപ്പോൾ ഒരു അഡൾട്ടായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഒരുപാട് ഹണിമൂണിന് പോകുമ്പം എല്ലാവരും കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു റെഡ് ഫ്ലാഗ് ആണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. ജയറാമിന്റെ സിനിമയിൽ അനിയത്തിമാരെയും കൊണ്ടുപോകുക, അതൊക്കെ റെഡ് ഫ്ലാഗ് ആണ്. അവിടെ നമ്മൾ ബൗണ്ടറി വെക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അതേപോലെ ചില സിനിമയിലൊക്കെ കാണാം, ഒരു പെർമിഷനും ഇല്ലാതെ കയറി ഉമ്മ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യ ഇപ്പം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് സിനിമയിൽ പറയുന്നുണ്ട് അവളെ നീ കീഴ്പ്പെടുത്താൻ നോക്കണം എന്ന് പറഞ്ഞിട്ട് ജയറാം ഒരു കർട്ടന്റെ ഇടയിൽ പോയി വിളിച്ചു നിൽക്കും. അത് റെഡ് ഫ്ലാഗ് ആണ്. കാരണം ആൾ ഓൾറെഡി പറഞ്ഞു ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നുള്ളത്, പറഞ്ഞില്ലെങ്കിലും സയൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആളെ ഫോഴ്സ് ചെയ്യുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അല്ല, നമ്മുടെ ചുറ്റുമുള്ളവർ പറയണ്ടല്ലോ അത്തരം കാര്യങ്ങൾ വരുമ്പോ തന്നെ ഒരു കുട്ടി ഉണ്ടായാൽ തീരുന്ന പ്രശ്നം. അതെ, അങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് വരുന്ന ട്രോമ എന്ന് പറയുന്നത് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ 2 പേര് തമ്മിൽ ഒത്തു പോകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് 3ാമതൊരാൾ അവിടെ വരുമ്പോൾ നിങ്ങൾ ഒത്തു പോകാൻ പോകുന്നത്? കുട്ടി ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ തീരെയല്ല ചെയ്യണത്.
രണ്ടുപേരും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോവുക മാത്രമാണ് ചെയ്യണത്. ഒരുപാട് ഫാമിലീസ്, നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് ഫാമിലീസിൽ കുട്ടികൾ ഉണ്ടായതിന് ശേഷം 20-30 കൊല്ലമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പുകൾ ഒന്നുമില്ലാതെ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ അച്ഛനും അമ്മയും 2 റൂമിലാണ്. മിക്കവാറും കുട്ടികൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ അമ്മമാരെ കൂടെ കിടക്കും. അങ്ങനെ ഇങ്ങനെയാണ് എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതൊക്കെയും ഈ പറഞ്ഞ പോലെ ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല.